അപ്പോൾ നമ്മൾ ഇതുവരെ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ തീർത്തു കഴിഞ്ഞു. അപ്പോൾ അതിൽ നമുക്കൊന്ന് റിവ്യൂ നടത്താം. അതിൽ കുറച്ച് പ്രോബ്ലംസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഓപ്പറേഷനെല്ലാം നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തതാണ്. അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഫ്രീക്വൻസി ആൻഡ് എഫിഷ്യൻസി ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ നമുക്ക് ഒന്ന് കൂടി നോക്കണം. For finding the efficiency of full wave rectifier, first we have to find the DC output power. ഇപ്പോൾ DC output power നോക്കുമ്പോൾ നമ്മൾ നോക്കാം, ഒരു ഫുൾ സൈക്കിളിൽ 0 to 5 വരെ ഫുൾ സൈക്കിളിൽ നമുക്ക് 2 പീക്സ് ഉണ്ട്. നമുക്കിവിടെ 2 പീക്സ്. അപ്പോൾ from this knowledge we can write IDC, DC current is equal to 2Im by pi. അതായത് full cycle, in the case of full wave rectifier we have 2Im by pi. IDC, DC current is 2Im by pi. Then DC power output power is I square R. നമുക്കറിയാം, അല്ലെങ്കിൽ R into I. നമുക്ക് അങ്ങനെ നമ്മളിവിടെ I സ്ക്വയർ നമുക്ക് അറിയുന്ന ടേംസ് മാത്രം എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് I സ്ക്വയർ ഡി സി പവർ ഔട്ട്പുട്ട് നമ്മൾ കാണുന്നത് PDC ഈക്വൽ ടു I സ്ക്വയർ DC ഇൻറ്റു RL, ലോഡ് റെസിസ്റ്റൻസ്. അപ്പോൾ IDC നമ്മളിവിടെ കണ്ടു 2Im by pi. അപ്പോൾ I സ്ക്വയർ DC നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2Im by pi whole square into RL. അപ്പോൾ this is the DC power output. Then AC input power. AC input power is given by again I square R resistance. അപ്പോൾ AC കറണ്ട് നമ്മൾ എടുക്കുമ്പോൾ അതിന് RMS കറണ്ട് എടുക്കുക, I സ്ക്വയർ RMS എടുത്തിട്ട് AC current is flowing through the rectifiers. നമ്മളിവിടെ സർക്യൂട്ടിൽ ഡയോഡ്സ് എടുക്കും. അപ്പോൾ ഓരോ ഡയോഡിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡയോഡിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ലോഡ് റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഈ RF കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡയോഡിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് പ്ലസ് ലോഡ് റെസിസ്റ്റൻസ്. അപ്പോൾ PAC എന്ന് പറയുന്നത് I സ്ക്വയർ RMS ഇൻറ്റു RF പ്ലസ് RF. അപ്പോൾ ഫോർ എ ഫുൾ വേവ് റെക്ടിഫൈഡ് വേവ് IRMS ഈസ് IM, പീക്ക് കറണ്ട് ബൈ റൂട്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയുന്ന നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. IRMS ഈസ് IM ബൈ റൂട്ട്, അല്ലെങ്കിൽ IM ഈസ് റൂട്ട് 2 ഇൻറ്റു IRMS. നമ്മൾ ഈ വാല്യൂ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് PAC AC പവർ ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു IM by root 2 whole square into RF plus RL നമുക്ക് എഴുതാൻ പറ്റും. Then efficiency, rectification efficiency എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് പവർ ആണ്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് DC പവറും ഇൻപുട്ട് AC പവറും. അപ്പോൾ നമ്മൾ ഈ കിട്ടിയ PDC by PAC നമ്മൾ ഈ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമാറ്റ് കിട്ടും. നമ്മൾ അതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആവശ്യമുള്ളതെല്ലാം ക്യാൻസൽ ചെയ്ത് നമുക്ക് ഫൈനലി we can
we can write it is equal to 0.812 into RL by RF plus RL നമുക്ക് കിട്ടും. ഈ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഫൈനലി നമുക്ക് RLനെ നമ്മൾ കോമൺ ആക്കി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ RLനെ നമുക്ക് ഇതിന്റെ താഴെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് 0.812 by 1 plus RF by RL എന്ന് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. Efficiency, full wave rectification efficiency is equal to 0.812 by 1 plus RF by RL. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയാണ്. അപ്പോൾ efficiency will be maximum if RF is negligible as compared to RL. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടേമിനെ നമുക്ക് മൊത്തത്തിൽ നെഗ്ലക്ട് ചെയ്യാൻ പറ്റും അല്ലേ? RF ചെറുതാകുമ്പോൾ RL വലുതാണ് RFനേക്കാൾ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടേമിനെ നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് മാക്സിമം എഫിഷ്യൻസി എന്ന് പറയുന്നത് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 0.812 by 1, അതായത് 0.812 എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജിലേക്ക് മാറ്റുമ്പോൾ maximum efficiency is about 81.2%. So the efficiency of a full wave rectifier is maximum efficiency is 81.2%. So it varies with the load resistance. Okay. അത് വെച്ചിട്ട് നമുക്ക് ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യാന്നുണ്ടെങ്കിൽ problem നോക്കാം നമുക്ക്. A full wave rectifier uses two diodes. The internal resistance of each diode may be assumed constant at 20 ohm. വായിക്കുമ്പോൾ തന്നെ ആ ടേംസ് നമ്മൾ എടുത്ത് എഴുതുക 20 ohm. അതായത് internal resistance of a diode, that is RF is equal to 20 ohm. നമ്മൾ എഴുതിയിട്ടുണ്ട്. The transformer RMS secondary voltage from center tap to each end of secondary is 50 volt. RMS secondary voltage from center tap to each end of secondary is 50 volt. Center ടാപ്പിന്റെ ഒരു പകുതിയിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 50 വോൾട്ടേജ് ആണ്. അപ്പോൾ മാക്സിമം വോൾട്ടേജ് VM ഈസ് RMS വോൾട്ടേജ് ആണ് പറഞ്ഞപ്പോൾ VRMS into √2. അപ്പോൾ 50 into √2. അപ്പോൾ നമുക്ക് പീക്ക് വോൾട്ടേജ് മാക്സിമം വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 70.7 വോൾട്ടേജ് എന്ന് കിട്ടും. ഓക്കെ. ആൻഡ് ലോഡ് റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് RL ഈസ് 980 ohm എന്ന് നമുക്ക് കിട്ടും. നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി കാണാൻ പറഞ്ഞിട്ടുള്ള എന്താണ്? ഫൈൻഡ് ദ മീൻ ലോഡ് കറണ്ട്. അതായത് IDC ആണ് കാണുന്നത്. ലോഡിൽ നമ്മൾ DC കറണ്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ DC ലോഡ് കറണ്ട്, അപ്പോൾ IDC ഈക്വൽ ടു 2IM/π നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ 2/π into IM നമ്മൾ ഈ വാല്യൂ, അപ്പോൾ IM is മാക്സിമം ലോഡ് കറണ്ട് IM is equal to VM/RF plus RL. നമ്മൾ ഈ വാല്യൂസ് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. You will get 70.7 milliampere കിട്ടും. അപ്പോൾ മെയിൻ ലോഡ് കറണ്ട് IDC നമ്മൾ കാണുമ്പോൾ 2IM/π, ഈ IM വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 45 milliampere. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ RMS വാല്യൂ ഓഫ് ലോഡ് കറണ്ട്. RMS വാല്യൂ ഓഫ് ലോഡ് കറണ്ട് IRMS ആണ് കാണാൻ പറഞ്ഞിട്ട് നേരത്തെ കണ്ട ഇക്വേഷൻ IRMS ഈക്വൽ ടു IM/√2. IM നമ്മൾ ഇവിടെ നമുക്ക് IM is 70.7 then by √2 equal to 50 milliampere. അപ്പോൾ ഇങ്ങനെ പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ചാപ്റ്ററിൽ. പിന്നെ അടുത്തൊരു പ്രോബ്ലം പറഞ്ഞിട്ടുള്ളത്
റെക്ടിഫയറിലേക്ക് പോകാം. In the bridge type circuit shown in this figure, ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ള പ്രകാരമുള്ള ബ്രിഡ്ജ് റെക്ടിഫയർ എടുത്തു കഴിഞ്ഞാൽ the diodes are assumed to be ideal. നമുക്ക് RF നമുക്ക് 0 കിട്ടും. The DC, find DC output voltage, then peak inverse voltage, then output frequency. ഇത്രയും കാര്യങ്ങൾ കാണണം. Assume primary to secondary turns to be 4. അപ്പോൾ 4:1. Primary 4 turns N1 4, N2 is 1. So N1 by N2 is equal to 4 എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ള ഇവിടെ പ്രോബ്ലം നമ്മുടെ ഈ വേർഡ്സിൽ പ്രത്യേകിച്ചും തന്നിട്ടില്ലെങ്കിലും ഈ പിക്ചറിൽ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് 230 വോൾട്ടേജ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി 50 ഹെർട്സ് തന്നിട്ടുണ്ട്, N1 N2 തന്നിട്ടുണ്ട്, ലോഡ് റെസിസ്റ്റൻസ് 200 ഓം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ തന്നിട്ടുള്ള വിവരങ്ങൾ നമുക്കൊന്ന് എഴുതി നോക്കാം. തന്നിട്ടുള്ള വിവരങ്ങൾ ഫസ്റ്റ് കാണാൻ പറഞ്ഞിട്ടുള്ളത് DC ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതിക്കാം. N1 by N2 equal to 4. RMS primary voltage is 230 voltage. RMS secondary voltage കാണാൻ നമുക്ക് V1 by V2 equal to V2 by V1 equal to N2 by N1 എന്ന ഇക്വേഷൻ ആണ്. അത് വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡറി V2 equal to V1 into N2 by N1 എന്ന ഇക്വേഷൻ നമുക്ക്. അപ്പോൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡറി വോൾട്ടേജ് 57.5 വോൾട്ടേജ് നമുക്ക് എഴുതാം. Then maximum voltage across secondary is maximum VM is this is RMS ആണല്ലോ, RMS into root 57.5 voltage into root that is equal to 81.3 voltage. അപ്പോൾ 81.3 വോൾട്ടേജ്. അപ്പോൾ നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് നമ്മൾ സെക്കൻഡറിയിലുള്ള ഇൻപുട്ട് വോൾട്ടേജ്. then average current കണ്ടു കഴിഞ്ഞാൽ IDC equal to 2 VM by pi R നമുക്ക് എഴുതാം. it is equal to ഈ VM സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, pi into R ലോഡ് എഴുതാം. ഓക്കെ, അത് നമ്മൾ ഇത് കിട്ടുന്നത് 2IM by pi ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ IM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V by R നമുക്ക് എഴുതാം. അപ്പോൾ VM by R അങ്ങനെയാണ് ഇക്വേഷൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആവറേജ് കറണ്ട് IDC equal to 0.26 ആംപിയർ എന്ന് എഴുതാം. then DC output voltage VDC equal to this IDC into RF. RF നമ്മൾ നെഗ്ലക്ട് ചെയ്തു ഐഡിയൽ ആയതുകൊണ്ട്. അപ്പോൾ ദിസ് R into I ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമുക്ക് VDC നമുക്ക് 52 വോൾട്ടേജ് കിട്ടി. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ചോദ്യം നമ്മൾ സോൾവ് ചെയ്തു. പിന്നെ പറഞ്ഞിട്ടുള്ള എന്താണ്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് is equal to the maximum secondary voltage, that is 81.3 volt. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഔട്ട്പുട്ട് ഫ്രീക്വൻസി. ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 into ഫ്രീക്വൻസി ഇൻപുട്ട്. There are 2 output pulses for each complete cycle of the input AC voltage. Therefore, the output frequency is twice that of the AC supply frequency, that is 2 into F1, that is 2 into 50, that is equal to 100 Hz. അപ്പോൾ ഇങ്ങനെ ചോദ്യം അപ്പോൾ ഇത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതുപോലെ അടുത്തുള്ള പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് നോക്കിയിട്ട് ബാക്കി പ്രോബ്ലംസ് ഒക്കെ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതുപോലെ നമ്മൾ റെക്ടിഫയറിൻ്റെ കേസ് പറഞ്ഞപ്പോൾ
റിപ്പിൾ ഫാക്ടറിനെ കുറിച്ചൊന്ന് പറയേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടില്ലാന്ന് വിചാരിക്കുന്നു. അപ്പോൾ റേഷ്യോ ഓഫ് RMS വാല്യൂ ഓഫ് AC component to the DC component in the rectifier output is known as a ripple factor. That is, ripple factor is equal to IAC by IDC. അപ്പോൾ ഇതിലുള്ള പ്രോബ്ലംസ് നോക്കാം. By definition, the effective RMS value of total load current is IRMS equal to total load current. DC ഉണ്ടാവും AC ഉണ്ടാവും. അപ്പോൾ IRMS equal to square root of IDC square plus IAC square. Or the IAC is equal to square root of IRMS square minus IDC square. നമുക്ക് എഴുതാം. ഇതിനെ റീഅറേഞ്ച് ചെയ്ത് ഇപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്താൽ ഈ സ്ക്വയർ റൂട്ട് പോകും. വീണ്ടും റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ടേമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. And divide this equation left and right side by IDC. So we will get IAC by IDC. IAC by IDC കണ്ടിട്ടുണ്ട് റിപ്പിൾ ഫാക്ടർ. അപ്പോൾ നമുക്ക് ആ ടേം എന്താകും? IAC by IDC നമ്മളിതിനെ ഡിവൈഡ് ചെയ്തു 1 by IDC I square RMS minus I square DC then is equal to 1 by IDC in square root I square RMS minus IDC square. IDC നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഫോർമാറ്റിലേക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ റിപ്പിൾ ഇക്വേഷൻ ഫോർ റിപ്പിൾ ഫാക്ടർ. Ripple factor is equal to square root of IRMS by IDC whole square minus 1. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കും. For half wave rectifier, IRMS is IM by 2. IDC is equal to IM by pi. അപ്പോൾ ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. For half wave rectifier, ripple factor is 1.21. Okay. It is clear that the AC component exceeds the DC component in the output of a half-wave rectifier. This results in a greater pulsation in the output for half-wave. Okay. Then in the case of full-wave rectifier, IRMS is IM by root 2, IDC equal to 2 IM by pi. നമ്മൾ ആ റിപ്പിൾ ഫാക്ടറിൻ്റെ ഈ ഇക്വേഷനിൽ നമ്മൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് റിപ്പിൾ ഫാക്ടർ ഈസ് ഈക്വൽ ടു ഫുൾ വേവ് റെക്ടിഫയർ ഈസ് 0.48. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ ദാറ്റ് ഈസ് 0.4. That means the DC component is more than the AC component. Consequently, the pulsation in the output will be less than in half-wave rectifier. For this reason, full wave rectification is invariably used for conversion of AC into DC. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നോക്കുമ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. A power supply A delivers 10 voltage DC. 10 voltage DC. Okay. അപ്പോൾ റിപ്പിൾ ഫാക്ടർ തന്നെ VAC by VDC എന്ന് എഴുതാം. IAC by IDC നമുക്ക് എഴുതാം. കറണ്ടിൽ പറയും, വോൾട്ടേജ് പറയുമ്പോൾ VAC by VDC എന്ന് പറയും. അപ്പോൾ ഡെലിവേഴ്സ് 10 വോൾട്ടേജ് DC. അപ്പോൾ DC കറണ്ട് 10 വോൾട്ടേജ്. റിപ്പിൾ എന്ന് പറയുമ്പോൾ AC കമ്പോണന്റ് ഓഫ് 0.5 വോൾട്ടേജ് RMS. അപ്പോൾ 0.5 വോൾട്ടേജ്. അപ്പോൾ 0.5 by 10 into 100 we will get 5%. Ripple factor is 5% in the case of power supply A. Then power supply B delivers 25 voltage DC. So DC ന് നമുക്ക് 25 voltage ചെയ്താൽ with a ripple of 1 millivoltage RMS. AC component AC voltage എന്ന് പറയുന്നത് 1 millivolt, that is 0.001 voltage RMS. And into 100 we will get 0.004%, which is better power supply. ഇത് നമ്മൾ മനസ്സിലായി. ഇതിലാണ് റിപ്പിൾ കുറവുള്ളത് ഇതിൽ പവർ സപ്ലൈ ബിയിൽ. സോ പവർ സപ്ലൈ ബി ഈസ് ബെറ്റർ. ഓക്കെ, നമ്മൾ ഫിൽട്ടർ സർക്യൂട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതൊന്ന് വീണ്ടും അത് പറയാത്തത്.
ഇതിൽ നമുക്ക് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ അത് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ. എന്നാലും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. The chalk of figure 6.45, this figure has a DC resistance of 25 ohm. Okay. For this chalk has DC resistance 25 ohm. What is the DC voltage if the full wave signal into the chalk has a peak value of 25.7 voltage? Okay. So what is the DC voltage if the full wave signal into the chalk has peak value of 25.7 volt? അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ടിന് this output of full wave rectifier has a DC component and AC component. Due to the presence of AC component, the rectifier output has a pulsating character as shown in this figure. The maximum value of the pulsating output is Vm. Okay, Vm, and DC component is V prime VDC prime. Okay, it is lower than the Vm value. That is equal to 2 Vm by pi. For a full cycle we have 2 Vm by pi, that is the DC voltage. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിന് ഇപ്പോൾ തന്ന പ്രോബ്ലം അനുസരിച്ച് ഈ സർക്യൂട്ടിന് ഈ ചോക്കിനെ നമ്മൾ ഒരു 25 ഓം റെസിസ്റ്റർ ആക്കി എടുത്തു. ഈ ചോക്കിനെ നമ്മൾ 25 ഓം റെസിസ്റ്റർ ആക്കി എടുത്തു. ചോദിച്ചിട്ടുള്ളത് what is the DC voltage if the full wave signal into the choke has peak value. അപ്പോൾ DC വോൾട്ടേജ് ആണ് കാണുന്നത്. അപ്പോൾ കപ്പാസിറ്റർ എസിനെ ഫുൾ കടത്തി വിടും. അപ്പോൾ നമുക്ക് ഡിസിനെ മാത്രം എടുക്കുമ്പോൾ ലോഡ് മാത്രം കൺസിഡർ ചെയ്താൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിന് ഈ മൊത്തം സർക്യൂട്ടിന് നമ്മൾ ഇവിടെ വരുന്ന വോൾട്ടേജ് പറഞ്ഞു കഴിഞ്ഞു, വി ഡി സി പ്രൈം. ഓക്കെ, അതാണ് ഇതിൻ്റെ ചോക്കിനെ ഇൻപുട്ട് ആക്കി എടുത്തു. അപ്പോൾ ഈ സർക്യൂട്ടിന് മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു സർക്യൂട്ടാക്കി നമുക്ക് ഈക്വലന്റ് സർക്യൂട്ട് വരയ്ക്കാം. Then voltage across load VDC equal to VDC prime by R plus RL into RL നമുക്ക് എഴുതാം. ഓക്കെ, ഇത് വരുന്നത് കറണ്ട് ഇക്വേഷൻ R ഇൻറ്റു RL ഇൻറ്റു RL ഇതിലുള്ള വോൾട്ടേജ് അക്രോസ് ദി RL എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് ലോഡ് റെസിസ്റ്റൻസ് RL ഇൻറ്റു IL എന്നാണ്. ഇതിൽ വരുന്ന കറണ്ട്. അപ്പോൾ ഐനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഐ ഈ വോൾട്ടേജ് സോഴ്സിൽ നിന്ന് പോകുന്ന കറണ്ടാണ്. അപ്പോൾ നമുക്കതിനെ വോൾട്ടേജ് ബൈ ആർ എന്ന് എഴുതാൻ പറ്റും, വി ബൈ ആർ ഐന്. അപ്പോൾ ഇത് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ വി ഡി സി പ്രൈം ബൈ ആർ എന്ന് പറയുന്നത് സീരീസ് റെസിസ്റ്റൻസ് ആണ്, ആർ പ്ലസ് ആർ. അതാണ് ഈ ഇക്വേഷൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വി പ്രൈം ഡി സി ബൈ ആർ പ്ലസ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I ആണ് actually I into R, that is VDC. Then in our example VDC prime is 2 Vm by pi. Vm തന്നിട്ടുണ്ട് 25.7. നമ്മൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ VDC prime this voltage നമുക്ക് കിട്ടും, that is 16.4 voltage. ഡയറക്റ്റ് ആയിട്ട് ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we will get 15.9 volt. That is the voltage across the load is 59 point voltage DC. Okay. Then voltage multiplier നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രീവിയസ് വീഡിയോസ് ഒക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. then ജനറൽ ഡയോഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ പ്രോബ്ലംസ് ഉണ്ടോ നോക്കാം നമുക്ക്.
ഓക്കെ, ഇതിലൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഈ പ്രോബ്ലം നോക്കാം നമുക്ക്. ഇത് നമുക്ക് നിർത്താം കേട്ടോ. For the circuit shown in this figure, find the output voltage. Then the voltage drop across a series E resistance. Then the current through the general diode. First നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കാം. ഈ സർക്യൂട്ടിലേക്ക് നോക്കുക. ഈ ഓരോ ടേംസ് നമ്മൾ എടുത്ത് എഴുതുക. ഇൻപുട്ട് വോൾട്ടേജ് 120 വോൾട്ടേജ്, R is equal to 5 kilo ohm, VZ is 50 voltage, load RL is 10 kilo ohm. We have to find the output voltage across this one. അപ്പോൾ ഇതിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ജനറൽ ഡയോഡിനുള്ള വോൾട്ടേജ് ആയിരിക്കുമല്ലോ. നമുക്ക് നോക്കാം. VZ is 50 voltage. output voltage 50 voltage. Then voltage drop across R. Voltage drop across this R. ഈ R ന് across ആയിട്ടുള്ള voltage drop എത്ര നോക്കാം നമുക്ക്. Voltage drop across R is equal to input voltage minus VZ. That is equal to 120 minus 50, 70 volts. Then കാണാൻ പറഞ്ഞിട്ടുള്ളത് the current through general diode IZ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ I ഈ പോയിന്റിൽ വെച്ചിട്ട് IL ആയിട്ടും IZ ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ IZ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം I കാണണം, then IL കാണണം. അപ്പോൾ ഓരോന്ന് എങ്ങനെ കാണുന്നത് നമുക്ക് നോക്കാം. The load current IL is VZ by RL. അപ്പോൾ VL by RL, VL എന്ന് പറയുമ്പോൾ VZ ആണ്. VZ by RL 50 voltage by 10 kilo ohm. That is 5 milliampere ആണ് IL. Then current through R, that is voltage 70 voltage. Voltage drop across R is 70 voltage by 5 kilo ohm. That is 14 milliampere. Then I is equal to IL plus IZ. So from IZ is equal to I minus IL. That is 40.5. That is equal to 9 milliampere. വളരെ ഈസി ആയിട്ട് ആ കറണ്ട് കണ്ടുപിടിച്ചു. അപ്പോൾ അടുത്ത പ്രോബ്ലം കൂടി നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ നല്ലോണം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇതിലുള്ള ഈ പോർഷൻ നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.